25 വേദികളിലായി 63ാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കും. മംഗലം കളി, ഉരുളനൃത്തം, പണിയനൃത്തം, മലയപ്പുലിയാട്ടം, പളിയനൃത്തം എന്നീ ഗോത്രനൃത്ത വിഭാഗങ്ങൾ പുതിയതായി കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭക്ഷണ വിതരണം, സംഘാടക സമിതി ഓഫീസ്, രജിസ്ട്രേഷൻ എന്നിവക്കായും പ്രത്യേകം വേദികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 101ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 110ഉം സംസ്കൃതോത്സവത്തിൽ 19ഉം അറബിക് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ 19 സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തെരഞ്ഞെടുത്ത എല്ലാ വേദികളിലും പ്രോഗ്രാം, സ്റ്റേജ് പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, ഭക്ഷണം എന്നീ കമ്മിറ്റികളുടെ കൺവീനർമാർ, അഡീഷണൽ ഡയറക്ടർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും സുരക്ഷാ കാര്യങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിനായി പുത്തരിക്കണ്ടം മൈതാനവും തിരഞ്ഞെടുത്തിട്ടുണ്ട്. നവംബർ 21 കമ്മിറ്റി കൺവീനർമാരുടെ റിവ്യൂ മീറ്റിംഗ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന് തുടർ പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കലോത്സവത്തിനായുള്ള ലോഗോ ക്ഷണിക്കുകയും അതിൽ നിന്ന് അസ്ലം തിരൂർ രൂപകൽപ്പന ചെയ്ത ലോഗോയുമാണ് ഈ മേളയുടെ ലോഗോ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി തിരുവനന്തപുരം നഗരത്തിലെ 25 സ്കൂളുകൾ ഒരുക്കിയിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക സ്കൂളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കനകക്കുന്ന് മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള നഗരവീതിയിൽ ദീപാലങ്കാരം ഒരുക്കുന്നത് ആലോചിക്കുന്നുണ്ടെന്നുവെന്നും മന്ത്രി അറിയിച്ചു.